ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ബോർഡ് എക്സാമിന് 9 മാർക്കിനാണ് ഈ ഒറ്റ ചാപ്റ്റർ ചോദിക്കാറ്. സോ വളരെ സുഖമായിട്ട് നമുക്ക് 9 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ആണ്. സോ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരാൾ പോലും ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. വളരെ സുഖമായിട്ട് കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കും. നേരെ തന്നെ പോവാം ലിമിറ്റ്സിലേക്ക്. എന്താണ് മക്കളെ ലിമിറ്റ്? വാട്ട് ഡസ് മീൻ ബൈ ലിമിറ്റ്? എന്തിനാണ് ലിമിറ്റ്? ഇതൊക്കെയാണ് പൊതുവെ ഏതൊരു കുട്ടിയും സ്വയം ചോദിക്കാം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, ഞാനും പണ്ട് ചോദിച്ചിരുന്നു എന്താണ് ലിമിറ്റ് എന്ന്. എല്ലാവരും നോക്കാം മക്കളെ. ഞാൻ എൻ്റെ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. ഫോർ ടൈം ബി ഇവനാണ് എൻ്റെ ഫംഗ്ഷൻ. ഇതാണ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഉണ്ട്. തമാശക്ക് ഞാൻ എൻ്റെ പേര് വിളിച്ചു മക്കളെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ്. എനിക്ക് ഈ പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഒരു പോയിന്റ് എടുത്ത് എക്സ് ആക്സിൽ പോയിന്റ് എടുത്ത് എയിൽ ഇവന്റെ സ്വഭാവം മനസ്സിലാക്കണം. എയിൽ എനിക്ക് ഇവന്റെ ബിഹേവിയർ മനസ്സിലാക്കണം. ഈ പക്ഷേ എൻ്റെ എഫ് ഓഫ് എക്സ് ഒരു പ്രശ്നക്കാരനാണ്. ഇവൻ എയിൽ എന്താണ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ തരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എയുടെ ചുറ്റുമുള്ള എയുടെ അടുത്തുള്ള പോയിന്റ്സിൽ ഇവന്റെ സ്വഭാവം നോക്കും. ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് ആഗ്രഹം ഞാൻ എക്കെ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ആഗ്രഹമാണ് എന്റെ സ്വഭാവം അറിയാനായിട്ട്. പക്ഷെ ഞാൻ മറ്റേ വരാല് പോലെയാണ്. എന്താ? പിടിത്തരയില്ല, ഞാൻ പിടിയില്ല. അപ്പൊ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എന്റെ സ്വഭാവം മനസ്സിലാവണില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇയാൾ അത്രയ്ക്ക് പ്രശ്നമാണെങ്കിലേ ഞാൻ ഇയാളുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി പഠിക്കാൻ തീരുമാനിക്കുന്നത്. എന്റെ ചുറ്റും എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ടാവും. എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, എന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ പഠിക്കുന്നതിന് പകരം എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി പഠിക്കുന്നു. അപ്പൊ എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് തന്നെ നല്ലവരാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എക്കെ കൊള്ളാം, നല്ലവനാ. എന്റെ ചുറ്റുമുള്ള ഒരു കട്ട അലമ്പാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് പറയും? എക്കെ അലമ്പ, പൊട്ടെന്ന് പറയും, അല്ലെ? ഇതേ സംഭവം തന്നെ നമുക്ക് ഇവിടെയും വരുന്നത്. നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്റെ ഫംഗ്ഷന്റെ ബിഹേവിയർ അറിയണം. പക്ഷെ അവൻ എന്താ? എന്റെ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ പിടിതരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിന്റെ ചുറ്റുമുള്ള പോയിന്റ്സിൽ, ഇതിന്റെ ഇടത് ഭാഗത്തുള്ള പോയിന്റ്സിലും വലതു ഭാഗത്തുള്ള പോയിന്റ്സിലും അവന്റെ ബിഹേവിയർ നോക്കി. ആ കാണുന്ന ബിഹേവിയർ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും എന്ത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ അവന്റെ ബിഹേവിയർ നമ്മൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞു. ഇതാണ് ലിമിറ്റിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്. ഞാൻ ഓരോ ടേംസും പറയും. ആ കാണുന്ന ഓരോ ടേംസും എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടേംസും. വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കാം. നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ഇതാണ് നമ്മുടെ ലൈൻ ഉണ്ടായിരുന്നത്. ഞാൻ എന്താണ് മക്കളെ? ഇതാ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്തു കേട്ടോ. ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. എല്ലാവരും ആലോചിക്കാം, എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എനിക്ക് എത്ര രീതിക്ക്, എത്ര വഴിക്ക് വരാൻ വേണ്ടി സാധിക്കും? നോക്കുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് വരാം, പോസിബിലിറ്റി ആണ്. പിന്നെന്താ? റൈറ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് വരാം. സോ 2 വഴിയാണ് നമുക്ക് എന്ത് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയുള്ളൂ. ഒന്ന് ലെഫ്റ്റിൽ നിന്നാണ്, മറ്റൊന്ന് റൈറ്റിൽ നിന്നാണ്. 2 ways. ലെഫ്റ്റിലെ ഓരോ പോയിന്റും നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എയുടെ ഇടതുഭാഗത്തെ പോയിന്റ്, ലെഫ്റ്റിലെ പോയിന്റ് എന്താണ് മക്കളെ? അത് എനേക്കാളും ചെറുതായിരിക്കും, അല്ലേ? സാധാരണ നമ്പർ ലൈൻ ആലോചിച്ചേ. സാധാരണ നമ്പർ ലൈനിൽ നമുക്കറിയാം ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇടതുഭാഗത്തെ പോയിന്റ്സ് നമുക്കറിയാം അത് 1നേക്കാളും ചെറിയ പോയിന്റ് 0 ഒക്കെ ആയിരിക്കും. സോ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അതിനേക്കാളും ചെറിയ പോയിന്റ് ആയിരിക്കും. സോ ഈ പറയുന്ന എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റിൽ അതിനേക്കാളും ചെറുതായിരിക്കും. ഞാനത് അവനെ വിളിച്ചു മക്കളെ എ മൈനസ്. അവന്റെ നൊട്ടേഷൻ ആണ്. എല്ലാവരും മനസ്സിലാക്കുക, അവന്റെ നൊട്ടേഷൻ ആണ് എ മൈനസ്. സോ എ മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റിലെ അപ്രോച്ച് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എ എന്ന് പറഞ്ഞ പോയിന്റിക്ക് 2 അപ്രോച്ച് ഉണ്ട്. ഒരു അപ്രോച്ച് എന്താണ്? ലെഫ്റ്റിൽ നിന്നാണ്. ആ ലെഫ്റ്റ് അപ്രോച്ചിനെ സൂചിപ്പിക്കാനാണ് എ മൈനസ്. കിട്ടിയോ? നമുക്ക് എന്താണ്? ഇതുപോലെ തന്നെ റൈറ്റ് അപ്രോച്ച് ഉണ്ട്. വലതു ഭാഗത്തേക്ക് എന്താണ്? കെയിലോട്ട് വരാം. പക്ഷെ വലതു ഭാഗത്തൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വലതു ഭാഗത്തെ പോയിന്റ് എന്തായാലും എനേക്കാളും വലുതായിരിക്കും. റൈറ്റ് സൈഡ് എനേക്കാളും വലിയ പോയിന്റ്സ് ആണ്. ഞാൻ വിളിച്ചു നോക്കണം തന്നെ എ പ്ലസ്. വലുതാണല്ലോ, വലുതാണെങ്കിൽ എ പ്ലസ് ആണ്. എ പ്ലസ് അവസാനിച്ചു. സോ 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന് റൈറ്റ്, മറ്റൊന്ന് ലെഫ്റ്റ്. റൈറ്റിലെ അപ്രോച്ച് എന്തായിരിക്കും? അത് റെപ്രസെന്റേഷൻ ആണ് എ പ്ലസ് എന്നും, ലെഫ്റ്റിലെ അപ്രോച്ചിന്റെ റെപ്രസെന്റേഷൻ ആണ് എ മൈനസ് എന്നും. ഇതാണ് എല്ലാവരും ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ലെഫ്റ്റ് എന്നുള്ള അപ്രോച്ചിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതായത് നമ്മൾ ലെഫ്റ്റ് ചെയ്ത് വരുമ്പോഴുള്ള ലിമിറ്റ് കാണുന്ന വിളിക്കുന്നവരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്.
അഥവാ LHL. കഴിഞ്ഞു. ഇവിടെയുള്ള ഓരോ ടേം പരിശോധിക്കാം. ഞാൻ ഒരു പോയിന്റ് എടുത്തു മക്കളെ, ദേ ഈ കാണുന്ന നമ്പർ ലൈൻ, ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു, ജനറൽ പോയിന്റ്. ഞാൻ അവനെ വിളിച്ചു എക്സ് എന്ന്. ഞാൻ വിളിച്ചു എക്സ്. എന്താ വിളിച്ചത്? എക്സ് എന്ന് വിളിച്ചു. ഈ പറയുന്ന പോയിന്റ് എനിക്ക് എങ്ങോട്ട് പോകണം? എനിക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് അടുത്ത് പോകണം. ഇങ്ങനെ അടുത്ത് പോകണം. കാരണം എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് അടുക്കുമ്പോഴുള്ള അവന്റെ സ്വഭാവ ഗുണമാണ് എനിക്ക് അറിയേണ്ടത്. എന്റെ ഫംഗ്ഷന്റെ സ്വഭാവ ഗുണമാണ് അറിയേണ്ടത്. അപ്പൊ എന്താണ്? എക്സ് എന്നുള്ള പോയിന്റ് ടെൻസ് ടു എനോട് അടുക്കുന്നു. ആ കാണുന്ന അടുക്കുന്നതിനെ മാത്തമാറ്റിക്കൽ വിളിക്കുന്ന നമുക്ക് എന്താ? ടെൻസ് ടു. സോ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് പോകുന്നു? ടെൻസ് ടു A. X tends to A. ഇത് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? X tends to, ഈ കാണുന്ന ഏരോ മാർക്കിന്റെ മീനിങ് ആണ് ടെൻസ് ടു A. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? X tends to A. സോ ലിമിറ്റ് LH എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. സോ ലിമിറ്റ് നമുക്ക് ബേസിക്കലി ലിമിറ്റിന് രണ്ട് റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്ന് LIM, മറ്റൊന്ന് LT. ഇങ്ങനെ രണ്ട് റെപ്രസെന്റേഷൻ ആണ് എന്റെ ലിമിറ്റിനുള്ളത്. സോ ലിമിറ്റ് എല്ലാവരും താഴെ വേണം. X tends to എന്ന് പറയാനായിട്ട്. X tends to. നോക്കുക, നമ്മൾ വരുന്നത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വിച്ച് മീൻസ് ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്. സോ ലെഫ്റ്റിലെ പോയിന്റ് നമുക്കറിയാം ലെഫ്റ്റിൽ നിന്നാണ് വരുന്നതെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് A മൈനസ് വെച്ച്. ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്ന് എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? അത് A മൈനസ്. സോ എന്താണ്? X tends to A മൈനസ്. ഇതിന് മീനിങ് എന്താ? യെസ്, എന്റെ പോയിന്റ് എ ഉണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റിക്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു. ഇതാണ് മീനിങ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ വരുന്നു. കിട്ടിയോ? അവസാനിച്ചല്ലോ. നേരത്തെ തന്നെ പോകുമ്പോൾ എന്താ? ബാക്കിയുടെ f(x) ഉണ്ട്. എന്റെ ഫംഗ്ഷൻ മകൾ ഇതാണ് എന്റെ LHL. ഇവനാണ് LHL. ആൻഡ് എന്റെ RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അഥവാ RHL നമുക്ക് എന്ത് പറയാൻ പറ്റും? RHL എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് റൈറ്റ് എന്നുള്ള അപ്രോച്ച്. കിട്ടിയോ? ലെഫ്റ്റ് എന്ന അപ്രോച്ച് നമ്മൾ എന്തായാലും ലിമിറ്റ് എക്സ്റ്റെൻസ് A മൈനസ് ആയിരുന്നെങ്കിൽ റൈറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എഴുതി മക്കളെ X ടെൻസ് ടു. ആലോചിക്കുക, റൈറ്റിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്താണ്? റൈറ്റിലെ റെപ്രസെന്റേഷൻ കാണിക്കുന്നത് എങ്ങനെയാ? A പ്ലസ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A പ്ലസ് f(x). കഴിഞ്ഞു. ഇതാണ് RHL. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കഴിഞ്ഞു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ അവസാനിച്ചു കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ, ഇതൊരു വാല്യൂ ആണ് തൽക്കാലം മനസ്സിലാക്കുക. ഇവൻ ഈക്വൽ ആണെങ്കിൽ, ഇഫ് LHL ഈക്വൽ ടു RHL, രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ ഓർത്തിരിക്കുക, ദെൻ ലിമിറ്റ് എക്സിസ്റ്റ്. നമ്മൾ എന്ത് പറയും? ദെൻ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് നമുക്ക് എന്താണ്? ഈ പറയുന്ന A പ്ലസും A മൈനസും എല്ലാം ഒഴിവാക്കി ഒറ്റ ആളൊക്കെ എഴുതാൻ പറ്റും. അതായത് ലിമിറ്റ് X tends to A f(x) എന്ന് പറഞ്ഞ് എഴുതാം. നോക്കിയേ, LHLും RHLും ഈക്വൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലിമിറ്റ് X tends to A f(x) എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി സാധിക്കും. ലിമിറ്റ് X tends to A f(x) എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. എക്സിസ്റ്റ്. കഴിഞ്ഞു. ഇത്ര മാത്രമാണ് ലിമിറ്റിന്റെ ഏറ്റവും ബേസിക് ആയ കോൺസെപ്റ്റ്. നമുക്ക് അൽജിബ്ര ഓഫ് ഇതൊക്കെ മക്കളെ ഈ കാണുന്ന സ്ലൈഡ്സ് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും നിർബന്ധമായിട്ടും സ്ലൈഡ്സ് നോക്കണം. നമുക്ക് എക്സാമിനൊക്കെ തന്നെ ആവശ്യമുള്ള ഭാഗമാണെന്ന് ലിമിറ്റ്സ് ആൻഡ് റിലേറ്റീവ്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാണുന്ന ഇമ്പോർട്ടൻസ് ആണ് എല്ലാവരും പഠിക്കാനായിട്ട് കേട്ടോ. ഇതൊക്കെയാണെന്ന് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ. ഇതേ എല്ലാം പറഞ്ഞ് ഇതിനകത്തുണ്ട്. അൽജിബ്ര ഓഫ് ലിമിറ്റ്സ് വളരെ കൂളാണ്, വളരെ സിമ്പിൾ കാര്യമാണ്. അതിവേഗം പറഞ്ഞത് പിടിച്ചോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ. എനിക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, F പ്ലസ് G, എഫും ജിയും, അവരുടെ അഡീഷൻ. ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ലിമിറ്റിന് തന്നെ ഓരോന്നിലേക്കും സെപ്പറേറ്റ് ചെയ്യാം. എനിക്ക് ലിമിറ്റിനെ ഓരോന്നിലേക്കും സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ലിമിറ്റ് F, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു F പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു G. കഴിഞ്ഞു. സോ ഇത്ര മാത്രമേ നമ്മളാണ് ഈ കാണുന്ന ലിമിറ്റ് നമ്മളെന്താ ഓരോന്നിലേക്കും വീതം വെച്ച് കൊടുത്തു. ഈ തന്നെയാണ് നമുക്ക് എന്ത് മൈനസ് വരുമ്പോഴും ലിമിറ്റ് F മൈനസ് G നമ്മളെന്തായിരിക്കും? ലിമിറ്റ് F മൈനസ് ലിമിറ്റ് G. കഴിഞ്ഞു. ഇനി ലിമിറ്റ് FG ആകുമ്പോൾ ലിമിറ്റ് F ഇൻറ്റു G. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമുക്ക് എന്താണ്? ലിമിറ്റിനെ ഓരോന്നിലേക്ക് വീതം വെക്കാൻ പറ്റും. അതായത് ഇറ്റ് സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ F ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ G. ഓരോന്നിലേക്ക് വീതം വെച്ചു.
ഇത് തന്നെയാണ് നമുക്ക് ഡിവിഷൻ വരുമ്പോഴും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ബൈ ജി ഇറ്റ് ഇസ് സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ജി. അവസാനമായിട്ട് ഓർത്തിരിക്കുക, ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺസ്റ്റന്റ് നമുക്ക് എന്താ മക്കളെ, ലാംഡ ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ലാംഡ എന്താണ് കോമൺ ആയി പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കും. കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാതെ പുറത്തെഴുതി ബാക്കി എന്തുണ്ട്, ബാക്കി ആ ലിമിറ്റ് അതുപോലെ തന്നെ. ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് വരുന്നത്. പ്രോബ്ലം ചെയ്ത് നോക്കാം. 1-2 പ്രോബ്ലം കഴിയുമ്പോൾ, 1-2 കോൺസെപ്റ്റ് പ്രോബ്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കാം നമുക്ക് എന്നാ പിടിച്ചോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 2. എന്താ ചെയ്യേണ്ട അറിയോ? നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന ഒരു കുട്ടിയും വേറെ ഒന്നും ആലോചിക്കണ്ട. ഇവിടെ എക്സിന് പകരം എന്താ, എക്സ് ടെൻസ് ടു. അതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂ 2 അടുക്കുന്നു. ഒരിക്കലും 2 അല്ല, ഒരിക്കലും 2 അല്ല. എന്താ പറയുന്നത്, ടെൻസ് ടു 2 അടുക്കുന്നു. ഒരു ചാട്ടമുണ്ട് എങ്ങടാ 2 അടുത്തേക്ക്. അത്രമാത്രമാണ് അതിന് മീനിങ് വരുന്നത്, അല്ലാതെ വേറെ ഒരു മീനിങ് വരുന്നില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ 2 അടുക്കുന്നു. കിട്ടിയ ഓക്കെയാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ചരിത്രം മാത്രമാണ് ഈ കാണുന്ന എക്സിന് പോയിട്ട് 2 കൊടുക്കാം. എന്താ ചെയ്യണ്ടേ, എക്സിന് പോയിട്ടേ അങ്ങോട്ട് 2 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, 2 സ്ക്വയർ മൈനസ് 2. അതായത് 2 സ്ക്വയർ എന്താ, 4 മൈനസ് 2 ഇറ്റ് ഈസ് സെയിം ആസ് 2. ആർക്കെങ്കിലും സംശയം നമ്മളെന്താ അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നു, അതോടുകൂടി സംശയം എല്ലാം മാറും. പിടിച്ചോളൂ മക്കളെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4. എന്താ പറയുന്നത്, എക്സ്റ്റെൻസ് ടു എക്സിന്റെ വാല്യൂ 2 അടുക്കുന്നു. എന്താ ചെയ്യണ്ടേ, ഓടിപ്പോയിട്ട് എക്സ് എവിടെയുണ്ട്, എവിടൊക്കെ എക്സ് ഉള്ള ആ കാണുന്ന എക്സിന്റെ ഭാഗം കംപ്ലീറ്റ് നിങ്ങൾ 2 കൊടുക്കുക. ഇതിന്റെ കാരണമൊക്കെ ഉണ്ട് കേട്ടാ, ഇത് വെറുതെ ഇങ്ങനെ പറയുന്ന കാരണമൊക്കെ ഉണ്ട്. അത് നമ്മൾ +2 പഠിക്കും. +2 ചാപ്റ്റർ ഉണ്ട്, 5ാമത്തെ പാഠം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിനകത്ത് ഇതിന്റെ കാര്യം കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് മാത്രം മതി. ഓടിപ്പോയിട്ട് എക്സിന് 2 കൊടുക്കുക. സോ 2 സ്ക്വയർ മൈനസ് 4. 2 സ്ക്വയർ 4 ആണെന്ന് അറിയാം. അതായത് 4 മൈനസ് 4, ദി ആൻസർ ഇസ് 0. സോ എക്സിന് വരും 2. ഉത്തരമേ. മൂന്നാമത് പോകുന്നു മക്കളെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1. സോ നിങ്ങൾക്ക് എവിടെയാണോ എക്സിന് കാണാൻ സാധിക്കുന്നത് ആ കാണുന്ന എക്സിന് പകരം ഓടിപ്പോയി 3 കൊടുക്കുക. അത് എവിടെ എക്സ് ഉണ്ട് അവന് 3 കൊടുക്കുക. സോ എന്ത് കിട്ടി, 3 ഇൻറ്റു ഇവിടെ എന്താ, ഇവിടെയും 3 ഉണ്ട്. 3 സോ എക്സ് ഉണ്ട്. സോ 3 + 1. എക്സ് കണ്ടാൽ അവിടെ 3. സോ 3 × 3 + 1. 3 + 1 നമുക്ക് 4 ആണെന്ന് അറിയാം. സോ 3 × 4 ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് 12. കിട്ടിയ സംശയമില്ല, ഈസി അല്ലേ? എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത് കേട്ടോ, മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യണം. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോൾ ലിമിറ്റ് ആർ ടെൻസ് ടു, ഇവിടെ എക്സ് പറയാൻ എന്താ, ഇവിടെ 6 ആയി. അതായത് വേരിയബിൾ 6. മുമ്പ് എക്സ് ഇവിടെ 6, നമുക്ക് വേരിയബിൾ എന്താണ് മാത്സ് ആയിട്ട് എന്തോ ചൂസ് ചെയ്യും. ആർ ടെൻസ് 1. അതായത് എവിടെയാണോ 6 ഉള്ളത് ആ കാണുന്ന 6ന് എന്ത് ചെയ്യാ, 1 കൊടുക്കുക. എവിടെ 6 ഉള്ളത് ആ കാണുന്ന 6ന് 1. ഇവിടെ 6 ഉണ്ട് മക്കളെ. ഇവിടെ 6ന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, π × 1 സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് π. കഴിഞ്ഞല്ലോ. മുന്നോട്ട് പോകുമ്പോൾ അയ്യോ എന്തത്, എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യനാ. എന്നാൽ എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യനാ. എക്സാമിന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 3 മാർക്സ്. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ സ്പ്ലിറ്റിങ് പോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് പോയിന്റിലാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നക്കാരൻ. ഇവരിത് കൃത്യമായിട്ട് പറയുന്നു. എന്താണ്, ഇവിടെ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കാൻ നമ്മൾ LHL-ഉം RHL-ഉം സെപ്പറേറ്റ് കാണുക തന്നെ വേണം. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടേ, LHL-ഉം RHL-ഉം നിർബന്ധമായിട്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f of x. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ LHL മാർക്സ് എഴുതാൻ പോട്ടോ. LHL മാർക്സ് കേട്ടോ. ആദ്യം LHL പിന്നെ RHL. എല്ലാവരും നോക്കിയേ. എനിക്ക് ഇവിടുത്തെ പോയിന്റ് ആരാ, 0. ഞാൻ എഴുതിട്ടാ, അതെ നമ്പറിലെ മറിച്ചു പോയിന്റ് 0. 0ന്റെ ഇടത് ഭാഗത്തെ പോയിന്റ്, 0ന്റെ ഇടത് ഭാഗത്തെ പോയിന്റ് നമ്മൾ എന്ത് പറയും, 0 മൈനസ് എന്ന് പറയും. ഇവിടെ 2 ആയിരുന്നെങ്കിൽ, ഇവിടെ 2 ആയിരുന്നെങ്കിൽ എന്റെ പോയിന്റ് 2 ആയിരുന്നു, നമ്മൾ എന്ത് പറഞ്ഞേനെ, 2 മൈനസ് എന്ന് പറഞ്ഞേനെ. ഓക്കെ, ഇവിടെ 0 ആയതുകൊണ്ട് 0 മൈനസ്, ഇടത് ഭാഗത്ത് പോയിന്റ് മൈനസ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്കറിയാം, അത് ഇടത് ഭാഗത്താണ് മക്കളെ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് f of x. കിട്ടിയ വലത് ഭാഗം നോക്കുമ്പോഴോ, വലത് ഭാഗത്തെ പോയിന്റ് നമുക്കറിയാം അത് 0ക്കാളും വലുതാണ്. നമ്മൾ എന്ത് പറയും,
സീറോ പ്ലസ് എന്ന് പറയും. വലുതാണെങ്കിൽ സീറോ പ്ലസ്. സോ എന്ത് എഴുതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ്. എല്ലാവർക്കും ഇത് ലഭിച്ചല്ലോ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓടിപ്പോയിട്ട് സീറോ മൈനസ് പറയുന്നത് എന്താ? അത് സീറോനെക്കാളും ചെറുതാണ് അല്ലെ? ചെറിയ വാല്യൂ ആണ്. ഇടത് ഭാഗത്ത് ചെറുതല്ലേ? സീറോ മൈനസ് ചെറുതാണ്. ലെസ് ദാൻ സീറോ, അതായത് ചെറുതാവുന്നത് എവിടെയാണ്? സീറോക്കാളും ചെറുത് എന്റെ ഒന്നാമത്തെ ആളാണോ അതോ രണ്ടാമത്തെ ആളാണോ? എല്ലാവരും തിങ്ക് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഞാൻ സീറോക്കാളും ചെറുത് ഒന്നാമത്തെ ആളാണോ അതോ രണ്ടാമത്തെ ആളാണോ? ലെസ് ദാൻ സീറോ, ദേ ഒന്നാമത്തെ ആള്. ഒന്നാമത്തെ ആളിൽ എന്റെ ഫംഗ്ഷൻ ആരാ? എന്റെ ഫംഗ്ഷൻ മക്കളെ 2x+3. സോ ഓടിപ്പോയിട്ട് ഈ കാണുന്ന സീറോ മൈനസ് LHL പോയിട്ട് നിങ്ങൾ എഫ് ഓഫ് എക്സ് വരെ എന്ത് ചെയ്യുക? 2x+3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലിമിറ്റ് x ടെൻസ് ടു 0 2x+3. ഇനി നമുക്കറിയാലോ. അപ്പൊ ചോദിക്കാനെടുത്ത് മനുഷ്യ ഇവിടെ സീറോ മൈനസ് ഇവിടെ സീറോ, ആ മൈനസ് അവിടെ പോയി. ഒരിക്കലും സീറോ മൈനസും മൈനസ് സീറോയും സെയിം അല്ല. വേണ്ടത് ഒരുപാട് ചോദിക്കാറുണ്ട് 2 മൈനസും -2 സെയിം അല്ലേന്ന്. അല്ലാട്ടാ, തെറ്റാ. 2 മൈനസ് പറയുന്നത് 2 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. 2 എന്ന് പറഞ്ഞ പോയിന്റിലെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റ്, അതാണ് 2 മൈനസ് മീൻ ചെയ്യുന്നത്. ആൻഡ് -2ന്റെ മീനിങ്ങോ അത് നമ്പർ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ട് -2, അതാണ് മീനിങ്. രണ്ടും ആൻറ്റിൽ ഡിഫറെന്റ് ആണ്. ഒരാളും തെറ്റിക്കരുത് കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഈ കാണുന്ന സീറോ മൈനസ് പോയി. നമ്മൾക്ക് ഫംഗ്ഷൻ ചൂസ് ചെയ്താൽ നമുക്ക് എല്ലാവരും എഫ് ഓഫ് എക്സ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാണുന്ന സീറോ മൈനസിന്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണുള്ളത്. പിന്നെ നമ്മൾ എന്താണ്? പിന്നെ ആ സീറോ എഴുതിയാൽ മതി. ഓടിപ്പോയിട്ട് എവിടെ എക്സ് ഉള്ള ആ കാണുന്ന എക്സ് നിങ്ങൾ എന്താ? സീറോ കൊടുക്കുക. സോ 2 × 0, അതായത് 0 + 3 ഇറ്റ് ഇസ് 3. കഴിഞ്ഞു. സിമിലർലി RHL 0+ ആണ്. 0+ എന്ന് പറഞ്ഞാൽ സീറോക്കാളും വലുതാണ്. വലുതാണെങ്കിൽ എന്താ മക്കളെ? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? സീറോക്കാളും വലുതാകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ആരാ? എന്റെ എഫ് ഓഫ് എക്സ് ആരാ? 3 × x+1. എല്ലാവരും നോക്കാം. ഗ്രേറ്റർ ദാൻ 0യിൽ എന്റെ ഫംഗ്ഷൻ അത് 3 × x+1 ആണ്. സോ ഓടിപ്പോയിട്ട് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യുക? 3 × x+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലിമിറ്റ് x ടെൻസ് ടു 0 3 × x+1. ഓടിപ്പോയിട്ട് എവിടെയാണോ എക്സ് ഉള്ളത് ആ കാണുന്ന എക്സിന് നമ്മൾ 0 കൊടുക്കുക. നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ. അപ്പൊ വീണ്ടും ചോദിക്കും ഇവിടെ 0+0 ആയല്ലോ, എന്താ? നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ. നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്ന് റെപ്രസെന്റേഷൻ വേണ്ടി മാത്രമാണ് 0+. ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 0 മതി. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 3 × 0+1. സോ 3 × 0+1 ഇറ്റ് ഇസ് സെയിം ആസ് 3 × 1. ദി ആൻസർ ഇസ് 3. മക്കളെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ഓക്കെ, LHL ഈക്വൽ ടു RHL. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്താണ്? ഒറ്റ ലിമിറ്റ് ഒക്കെ എഴുതാൻ പറ്റും. ആൻഡ് ശ്രദ്ധിക്കലാരും ഇവന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈക്വൽ ടു 3. ഇറ്റ് ഈക്വൽ ടു 3 ആണെന്നറിയാം. അതായത് ഞാൻ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ്. ഓക്കെ, ഒറ്റ ഇതിലേക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒറ്റ ആളിലേക്ക് കേട്ടോ. ഇങ്ങനെ രണ്ടാക്കി എഴുതണ്ട. നമുക്ക് എന്താണ്? ഒറ്റ പോയിന്റ് 0 ആക്കി എഴുതാൻ പറ്റും. 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. ഇതാണ് ഇതിന്റെ ഉത്തരം. 3 മക്കൾ ഇതിന്റെ ഉത്തരമായിട്ടുണ്ട്. എല്ലാവരും ഒക്കെയാണ്. ആർക്കും തന്നെ യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി. എക്സാമിന് 3 മാർക്ക് ചോദ്യമായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. നമ്മൾ നേരത്തെ തന്നെ അടുത്തൊരു ടൈപ്പിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ? എക്സ് കണ്ടു, എക്സിന് പകരം പോയി 0 കൊടുത്തു. കൊള്ളാം. ഇപ്പൊ എന്ത് കിട്ടി? സോറി 0 അല്ല, ഇവിടെ 2 ആണല്ലേ. എക്സിന് 2 കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? 2² -4 ഡിവൈഡഡ് ബൈ 2 - 2. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എക്സിന് 2 കൊടുത്തു. 2² -4 2² 4 ആണെന്ന് അറിയാം. സോ 4 - 4 ഇറ്റ് ഇസ് സെയിം ആസ് 0 ബൈ 2 - 2 അതും 0. പെട്ട് 0/0. അപ്പൊ എല്ലാവരും എന്ത് പറയും? വെട്ടിക്കളയാട്ടോ. അതാ 0/0 വെട്ടി നമുക്ക് എന്താണ്? 1 എന്ന് എഴുതാം. ആന മണ്ടത്തരം, വെട്ടാൻ പറ്റില്ല. 0/0 എല്ലാവരും മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. ലിമിറ്റിന്റെ കേസ് എന്താണിത്? നമ്മളൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുക. അപ്പൊ എല്ലാവരും അത് നോട്ട് ചെയ്യുക. 0/0 വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്റെ ഫംഗ്ഷനകത്ത് കുറച്ച് മാനിപ്പുലേഷൻസ് വരുത്തണം. എന്താണ്? എന്റെ ഫംഗ്ഷൻസ് എന്താണ്? കുറച്ച് മാനിപ്പുലേഷൻ വരുത്തണം. എങ്ങനെ? ഇവിടെ x² - എല്ലാവരും ശ്രദ്ധിക്കട്ടെ, മാനിപ്പുലേഷൻ നോക്കട്ടോ. ലിമിറ്റ് x ടെൻസ് ടു x² - 4 എന്ന് പറയുന്നത് ഏതോ നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് എനിക്കറിയാം. ഏതിന്റെ? 2ന്റെ സ്ക്വയർ ആണ്. 2² ഡിവൈഡഡ് ബൈ x - 2. ഇതാണല്ലോ. സോ ഇത് നോക്കുമ്പോൾ എന്താണ്? ഇതൊരു a²
മൈനസ് ബി സ്ക്വയർ. 9 ക്ലാസ് പഠിച്ചാട്ടാ 9. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതായത് മക്കളെ ഇറ്റ് സെയിം ആസ് നോക്കിയ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ബി അതായത് എക്സ് പ്ലസ് 2 ഇൻറ്റു എ മൈനസ് ബി എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇതാ മേലെയും താഴെയും എക്സ് മൈനസ് 2 ഞാൻ വെട്ടിക്കളഞ്ഞു മക്കളെ അവനെ. ബാക്കി ആരുണ്ട്? ബാക്കി നോക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് പ്ലസ് 2 ഇത് മാത്രമാണ് ബാക്കി. ഓടിപ്പോയിട്ട് എവിടെയാണോ എക്സ് ഉള്ളത് ആ കാണുന്ന എക്സിന് പകരം എന്താണ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ എക്സ് ഉണ്ട് അതിന് പകരം ഓടിപ്പോയി 2 കൊടുക്കുക. സോ 2 + 2 ദി ആൻസർ ഇസ് 4. ഒരിക്കലും 0/0 വെട്ടിക്കളഞ്ഞ് 1 എഴുതരുത്. മാർക്ക് 0 കിട്ടും. നമുക്ക് എന്താണ് മക്കളെ ഇതിന്റെ ആൻസർ 4 ആണ് ആൻസർ. നമുക്കിത് ഇതേ ടൈപ്പിൽ ഇതാ ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം. വളരെ വേഗം തന്നെ. ഇത് കാണുമ്പോൾ തന്നെ പേടിയായി. x³ - 4x² + 4x ഡിവൈഡഡ് ബൈ x² - 4 വലിയ നിങ്ങൾ ഓടിപ്പോയിട്ട് എക്സിന് 2 കൊടുത്തു നോക്കാം കേട്ടോ. എക്സിന് നിങ്ങൾ 2 കൊടുത്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? മേലെയും 0 കിട്ടും, താഴെയും 0 കിട്ടും. നോക്കും. സമയം കളയുന്നില്ല. എന്ത് ചെയ്യും? മാനിപ്പുലേഷൻ ചെയ്യണം. എക്സ് എല്ലാത്തിലും കോമൺ ആണ്. എല്ലാത്തിലും ഉണ്ട് മേലെ അല്ലേ? ഞാൻ എക്സിലെ കോമൺ പുറത്തെടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ഇൻറ്റു ഇവിടുന്ന് എക്സ് കോമൺ പുറത്തു പോയി ബാക്കി എന്തുണ്ട്? x² മൈനസ് ഇവിടുന്ന് എക്സ് പോയാലോ x² ഒരു എക്സ് പോയി ബാക്കി വരുന്നുണ്ട്, ബാക്കി ഒരു എക്സ്. സോ 4x പ്ലസ് ഈ കാണുന്ന എക്സ് പോയി ബാക്കി വരുന്നുണ്ട് 4 ഡിവൈഡഡ് ബൈ x² - 4. നമുക്കറിയാം x² - 4 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ്. x² - 2². ഇവന് നമുക്ക് എന്താണ്? നമ്മൾ 10 പഠിച്ചൊരു കാര്യമുണ്ട്. a + b. a + b എന്ന് പറയുന്നത് എന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ്. എക്സിന്റെ മുമ്പിൽ ചങ്ങായി ആരാ? -4. ആൻഡ് എ ബിയോ? എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം കോൺസ്റ്റന്റ് 4. ഇതിന്റെ കോഎഫിഷ്യന്റ് x² ഉണ്ട്. ഇത് 1 ആണ്. അവൻ പഠിക്കുന്നത് കേട്ടോ 4. സോ നമ്മൾ 2 നമ്പർ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് ആ കാണുന്ന 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ -4 ഗുണിച്ചു കഴിഞ്ഞാൽ 4. 2 നമ്പർ വേണം. സച്ച് ദാറ്റ് ആ കാണുന്ന 2 നമ്പർ കൂട്ടിയാൽ -4 ഗുണിച്ചാൽ 4. നമുക്ക് നോക്കുമ്പോൾ എന്താണ്? 2 - 2 - 2. ഈ -2 ഞാൻ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും. ഹാപ്പിയാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ അത് +4 ആയിരിക്കും. അവസാനിച്ചു. നമ്മളിതാ ഓടിപ്പോയിട്ട് ഇവനെ മാറ്റി എഴുതുന്നു. ശ്രദ്ധിക്കുക എല്ലാവരും. ലിമിറ്റ് ഞാനിവിടെ ആയി പറഞ്ഞുതരാം. എക്സ് ടെൻസ് ടു എക്സ് ഇൻറ്റു ഈ കാണുന്ന എക്സ് ചെയ്തിട്ടാ ഇവിടെ -2 ആയതുകൊണ്ട് ഇവിടെ -2 ആണല്ലോ. സോ എക്സ് -2 എക്സ് എഴുതി. ഇവിടെ -2 ആയതുകൊണ്ട് -2 ഇൻറ്റു വീണ്ടും ഒരു എക്സ് എഴുതി. ഇവിടെ -2 ആയതുകൊണ്ട് ഒന്നും ആലോചിക്കണ്ട, വീണ്ടും -2. ഇത്ര പരിപാടി. ഡിവൈഡർ ബൈ മക്കളെ x² - 2² അതൊരു a² - b² ആണ്. a + b × a - b നമ്മൾ നേരത്തെ അതേ പ്രോബ്ലം തന്നെ. x + 2 × x - 2. ഇതാ ഒരു x - 2 ഒരു x - 2 വെട്ടിപ്പോയി. ബാക്കിയുള്ളവനെ മാത്രം എടുത്ത് എഴുതുക. ഞാൻ കാര്യം ചോദിക്കട്ടെ, ചിലവർക്ക് ഇതൊരു സംശയം ഉണ്ടാവുമായിരിക്കും. ഇതല്ല ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങനെ എഴുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 2 നമ്പർ കിട്ടി. അത് 2ഉം ഒരു -4ഉം ആണെന്നിരിക്കാം. ചുമ്മാ 2 - 4 ആണെങ്കിൽ ഇത് +2 അല്ലേ? അപ്പൊ എന്ത് എഴുതാ? x + 2 ഇൻറ്റു ഇത് -4 അല്ലേ? അപ്പൊ എന്ത് എഴുതാ? x - 4. ഇത്രയ്ക്കുള്ള പരിപാടി. വളരെ സിമ്പിൾ ആണ് കേട്ടാ. നമ്മളിതാ മുന്നോട്ട് പോകുന്നു. ബാക്കി എന്തുണ്ട്? ബാക്കിയുള്ളവനെ മാത്രം എഴുതി. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു x into x minus 2 divided by x plus 2. ഓടിപ്പോയിട്ട് എവിടെയാണോ എക്സ് ഉള്ളത് ആ കാണുന്ന എക്സിന് പകരം കംപ്ലീറ്റ് 2 കൊടുക്കുക. സോ ഇത് 2 ആയി. 2 into 2 minus 2 divided by 2 plus 2. അതേ മക്കളെ 2 into 2 minus 2 നമുക്കറിയാം ഇത് 0 ആണ്. സോ 2 into 0 0 0/4. ദി ആൻസർ ഇസ് 0. കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ക്വസ്റ്റ്യൻസിൽ ഒന്ന് പറയുന്നത്. നമ്മൾ നേരെ തന്നെ അടുത്ത കുറച്ച് റിസൾട്ട്സിലേക്ക് പോകുന്നു. ഈ കാണുന്ന റിസൾട്ട് ഇവിടുത്തെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന റിസൾട്ട്. ഒന്നാമത്തെ റിസൾട്ട് ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇറ്റ് ഇസ് സെയിം ആസ് n എ റേസ് ടു n മൈനസ് 1. കാണുമ്പോൾ തന്നെ പേടിച്ച് എനിക്കറിയാം. സിമ്പിളായിട്ട് ഓർത്തതായിട്ട് വന്നില്ല മക്കളെ. എ എ എ 3 എല്ലാം സെയിം ആണ്. സോ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഓക്കെ ആണല്ലോ. പവർ എന്താ? പവർ n ആണെന്നറിയാം. ആ കാണുന്ന n എഴുതാം. ഇവിടെ എ ആണെന്നറിയാം. ആ കാണുന്ന എ എഴുതി.
ഒരു n-1 n-1 എഴുതി. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നമുക്ക് എന്താണ് എല്ലാ പ്രശ്നവും മാറും. ഇതാണ് ക്വസ്റ്റ്യൻ. x tends to 2 x raised to 4 minus 16 divided by x minus 2. ഇതിന് ഓടിപ്പോയിട്ട് എന്താണ് മക്കളെ ഈ കാണുന്ന 16 മാറ്റി എഴുതി. എങ്ങനെ എഴുതി? ലിമിറ്റ് x tends to 2 x raised to 4 minus 16 is the same as 2 raised to 4 divided by മക്കളെ x minus 2. ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. തൊട്ടും ഒരു പ്രോബ്ലം ആയിട്ട് ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a. ഒന്ന് കമ്പയർ ചെയ്യാം എല്ലാവരും. ദേ n എന്ന് പറയുന്നത് എക്സിന്റെ പവർ, അത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇത് എന്താണ്? ആ n എന്ന് പറയുന്നത് മനസ്സിലായി നമുക്കത് 4 ആണ്. അടുത്ത എന്താണ്? എനിക്ക് a ആവശ്യമുണ്ട്. എന്താണ് a എന്ന് പറയുന്നത്? ലിമിറ്റ് x tends to a. ഈ പോയിന്റ് കിട്ടിയില്ലേ? ദേ അവനാണ് a. അപ്പൊ ആരായ a എന്ന് പറയുന്നത് 2 ആണ്. നിങ്ങൾ അവിടെ നിന്ന് പറയാം a2, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിന്നും പറയാം. ഇതെല്ലാം സെയിം ആയിരിക്കും കേട്ടോ. എന്നാൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഫോമുല അറിയാം. എന്താ ഫോമുല? n raised to n-1 n into a raised to n-1. സോ n എന്താ? n എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് അറിയാം. സോ 4 into a എന്താ? a എന്ന് പറയുന്നത് 2 ആണ്. 2 raised to n-1 n 4 ആണ്. സോ 4 minus 1 മക്കളെ 3 ആണ്. സോ 4 into 2 cube ആണ് ആൻസർ വരുന്നത്. അതായത് 4 into 2 cube is same as 8. 4 into 8. The answer is 32. സോ സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോകുന്നു. ഇതേപോലെ നിൽക്കുന്ന മറ്റൊരു പ്രോബ്ലം x raised 7 minus 1 divided by x raised to 4 minus 1. ഞാൻ ആലോചിക്കുമ്പോഴേ x raised 7 minus 1 raised to 7 x raised to 4 minus 1 raised to 4. സംഭവം ഹാപ്പിയാണ്. പക്ഷേ താഴെ ആര് വേണം? ഇവിടെ x raised 7 minus 1 raised 7 ആകുമ്പോൾ താഴെ x minus 1 വേണം. വേണ്ടേ? x raised to n minus a raised to n ആകുമ്പോൾ താഴെ x minus a അല്ലേ? അപ്പൊ എന്താ ഇവിടെ എന്താണ്? x raised 7 minus 1 raised 7 ആകുമ്പോൾ താഴെ വേണം, താഴെ x minus 1 വേണം. ഞാൻ എന്ത് ചെയ്ത് മേലെയും താഴെയും x minus 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. സോ ലിമിറ്റ് x tends to 1. നമുക്കെല്ലാവരും ഞാനിതാ മേലെയും താഴെയും x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മേലെ ഞാൻ x minus 1 കൊണ്ട് ചെയ്തു. സിമിലർ എന്താ നമുക്ക് നേരെ തന്നെ താഴെയും ചെയ്തു. x raised to 4 minus 1 raised to 4 divided by x minus 1. ഓക്കെ, ഞാൻ ലിമിറ്റ് എന്ത് ചെയ്ത് മേലേക്കും കൊടുത്ത് ഒന്നിന് കൊടുത്ത് കൂടുതലാണ് താഴെയും കൊടുത്ത്. എന്താ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? സെപ്പറേറ്റ് ചെയ്ത് ഒന്നാമത്തെ കേസിൽ, ഈ കാണുന്ന കേസിൽ ആരാണ് n? n എന്ന് പറയുന്നത് എക്സിന്റെ പവർ 7 n into a എന്ന് പറയുന്നത് ആരാ? ലിമിറ്റ് x tends to a. 1 ആണെന്ന് അറിയാം. 1 raised to n minus 1 n 7 ആണ്. സോ 7 minus 1 6. ഉത്തരം ഡിവൈഡഡ് ബൈ താഴത്തെ n എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, അത് 4 ആണ്. 4 into a എന്ന് പറഞ്ഞാൽ a 1 ആണ്. 1 raised to 4 minus 1 അതായത് 3. The answer is 7/4. The answer is 7/4. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. അതാണ് മക്കളെ ഈ കാണുന്ന ഷോർട്ട് കട്ട്. x raised to m minus a raised to m divided by x raised to n minus a raised to n as limit x tends to a എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല m/n x raised to m/n a raised to ഇവിടെയാണ് കേട്ടോ. m/n a raised to m minus n. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? m/n എന്താ അങ്ങനെ ഓർക്കണ്ടേ? പവർ ആലോചിക്കുക. m ആണെന്നറിയാം, മേലെ താഴെ n ആണെന്നറിയാം. സോ m/n വന്നു അല്ലേ? പിന്നെന്താ a എഴുതി, ഈ കാണുന്ന a എഴുതി. പിന്നെന്താ മക്കളെ? ഇവന്മാരെ പവേഴ്സ് മൈനസ് ചെയ്തു m minus n. സോ m/n a raised to m minus n. ഇതേ ചോദ്യം നമുക്ക് എന്താണ് 1 മിനിറ്റ് ചെയ്ത് നോക്കാം. 1 മിനിറ്റ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്താ? പവറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാ. പവറുകൾ തമ്മിൽ ദേ മേലത്തെ പവർ 7, താഴത്തെ പവർ 4. 7/4 കിട്ടിയ. ബാക്കി എന്തുണ്ട്? a raised to a 1 ആണെന്നറിയാം. സോ 1 raised to. ഇതെന്താ വേണ്ടേ? പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാതെ നോക്കിയാൽ മക്കളെ പവർ എന്താണ്? 7ഉം 4ഉം ആണ്. സബ്ട്രാക്ട് ചെയ്യാം. 7 minus 4 is same as 3. So 7/4 into 1 cube. The answer is 7/4. സെയിം അല്ലടാ? 7/4 ലോഡി. ഓക്കെ എല്ലാവരും? ഇതാണെന്ത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട 2 ഫോർമുലാസ്. ഇതാ 3 കാര്യങ്ങൾ എല്ലാവരും പഠിക്കണം. ഇതിലെ ഇവനെയും മറന്നാൽ തന്നെയും ചത്താലും ഇവനെ മറക്കരുത്. കാരണം എക്സാം പേപ്പറിൽ ഒരു ചോദ്യം അത് ഇവനെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഡയറക്ടീസ് നെക്സ്റ്റ് ടോപ്പിക്കിലും ഇവനെ ഒരുപാട് ഡീൽ ചെയ്യും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോപ്പർട്ടി. ലിമിറ്റ് x tends to 0 sin x by x ഇതിന്റെ വാല്യൂ മക്കളെ 1 ആണ്. എല്ലാവരും ആലോചിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്.
ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓരോന്നും പറഞ്ഞുതരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x. നോക്കി എല്ലാവരും, ഇവിടെ നമുക്കറിയാം എക്സ് ആണ്, അത് തന്നെയാണിത് ഇവിടെ എക്സ്. സെയിം അല്ലേ? രണ്ടും സെയിം ആയിരിക്കണം. എക്സ് എക്സ് ആൻഡ് ദിസ് എക്സ് ഷുഡ് ടെൻസ് ടു 0. അവനെങ്ങടാ? അവൻ 0ത്തിലേക്ക് പോകണം, 0 ആവണം. എന്നാൽ മാത്രമാണെന്ത് ഇവന്റെ വാല്യൂ നമുക്ക് 1 ആണ് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ 1 ആണ് എഴുതാൻ പറ്റിയ കേട്ടാ. ലിമിറ്റ് എക്സ് ടെൻസ് പൈ ബൈ 2 sin x by x കണ്ടു. 1 ആണോ? അല്ല. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 sin x by x. നമ്മൾ എക്സിന് പോയിട്ട് പൈ ബൈ 2 കൊടുത്തു. ഇപ്പൊ എന്ത് കിട്ടി? സൈൻ പൈ ബൈ 2 ഡിവൈഡ് ബൈ പൈ ബൈ 2. സൈൻ പൈ ബൈ 2 1 ആണ്. സോ 1 by പൈ ബൈ 2. ദി ആൻസർ ഇസ് 2 by പൈ. മാറി. നോക്കൂ, ഇത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മാച്ച് കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്താ വേണ്ട? നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് sin x by x. എപ്പോഴും അത് 1 ആവണമെങ്കിൽ എക്സ് ഷുഡ് ടെൻസ് ടു 0. പഠിച്ചു കഴിഞ്ഞു, അവസാനിച്ചു. നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5x by x 0. ഹാപ്പി. പക്ഷേ ഇവിടെ ആംഗിൾ എന്താ? 5x. ഇവിടെ 5x ആണെങ്കിൽ താഴെ എന്ത് വേണം? താഴെ ഞാൻ പറഞ്ഞു മാറാൻ പാടില്ല, അവൻ തന്നെ വേണം. താഴെ ഈ മക്കളെ 5x തന്നെ വേണം. അങ്ങനെ വെറുതെ 5 കൊടുക്കാൻ പറ്റുമോ? ഞാൻ 5 കൊണ്ട് താഴെ ഡിവൈഡ് ചെയ്താൽ എന്താ? കൂടെ തന്നെ 5 കൊണ്ട് മേലെ മൾട്ടിപ്ലൈയും ചെയ്യണം. മറക്കരുത് കേട്ടാ, ഡിവൈഡ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദേ ഈ കാണുന്നവനെ നോക്കി, ഈ ഒരു പീസിനെ നോക്കി, ഈ ഒരു പീസിന്റെ വാല്യൂ എന്താണ്? ദേ ആംഗിൾ രണ്ടും സെയിം. എക്സ് ടെൻസ് 0. ഹാപ്പി. എന്താ വാല്യൂ? 1 ആണെന്ന് അറിയാം. ഇവൻ 1 ആണ്. ഈ കാണുന്ന വാല്യൂ 1 ആണ്. ഒരു ഇൻറ്റു 5 ഉണ്ട്. 1 into 5. ദി ആൻസർ ഇസ് 5. ദാറ്റ്സ് ഓൾ. ഇതാ സിമിലർ ചോദ്യമാണെ. sin 4x ഡിവൈഡഡ് ബൈ sin 2x. ഞാൻ ഇതിന് മുമ്പ് തന്നെ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin ax by x. ആലോചിച്ചു, ഇവിടുത്തെ ആംഗിൾ എന്താ? ax ആ. അപ്പൊ ax ഉണ്ടെങ്കിൽ നമ്മൾ താഴെ എന്ത് വേണം? താഴെയും ax വേണം. അപ്പൊ ആരെ കുറവുണ്ട്? എയുടെ കുറവുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ a കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇവന്റെ വാല്യൂ എന്തായി? ഈ കാണുന്നവന്റെ വാല്യൂ ഇവന്റെ വാല്യൂ കേട്ടോ. മറ്റൊന്നും അല്ല മക്കളെ, ഇവൻ 1 ആയിട്ട് മാറി. ഈ കാണുന്നവൻ 1 ആയിട്ട് മാറി. സോ 1 into a, it is a. കിട്ടിയ? സിമിലർലി നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാനത് പറയുന്നില്ല, ഇത് പിന്നീട് എപ്പോഴും പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഞാൻ എഴുതി sin 4x. sin 4x കണ്ട പാടെ എനിക്ക് താഴെ എന്ത് വേണം? താഴെ 4x വേണം. ഒരു മോഹം. ഞാൻ ആദ്യം എക്സ് കൊണ്ട് എൻ്റെ മേലെയും താഴെയും ഡിവൈഡ് ചെയ്തു. നോക്കിയേ, സെയിം നമ്പർ കൊണ്ട് ഞാൻ എൻ്റെ മേലെയും താഴെയും ഡിവൈഡ് ചെയ്തത് എക്സ് എക്സ് വെച്ച് കൊടുക്കും. പക്ഷെ എനിക്കിവിടെ 4x ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ? എനിക്കിവിടെ 4x ആണ്. എന്താ മക്കളെ? ഒരു ബൈ 4ഉം ഒരു ഇൻറ്റു 4ഉം ചെയ്തു. ഇവിടെ 2x. അപ്പൊ എനിക്ക് താഴെ എന്ത് വേണം? ഇവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 2 വേണം. കിട്ടിയ? ഇവന്റെ വാല്യൂ എന്താ? ഈ കാണുന്നവന്റെ sin 4x ഡിവൈഡഡ് ബൈ 4x അവന്റെ വാല്യൂ 1 ആണ്. sin 2x ഡിവൈഡഡ് ബൈ 2x അവന്റെ വാല്യൂ 1 ആണ്. സോ ഈ കാണുന്നവന്മാരെന്തായി? 1 ആയിട്ട് പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി ഇവിടെ 4/2 ഉണ്ട്. ഇറ്റ് ഈസ് സെയിം ആസ് 2. അവസാനം ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എന്താണ്? നമുക്ക് നേരെ തന്നെ നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോകാം. എല്ലാവരും നോക്കൂ. നെക്സ്റ്റ് റിസൾട്ട് ആണ്. റിസൾട്ട് നമ്പർ 3. e⁻x - 1 ഡിവൈഡഡ് ബൈ x ആസ് x ടെൻസ് ടു 0. അതിന്റെ വാല്യൂ 1 ആണ്. നെക്സ്റ്റ് റിസൾട്ട് ആണ് e⁻x - 1 ഹോൾ ഡിവൈഡഡ് ബൈ x ആസ് x ടെൻസ് 0 ഈക്വൽ ടു 1. ഇതാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട അടുത്തൊരു റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ e⁻x ആ. e⁻x ആണെങ്കിൽ താഴെയും x. ആ കാണുന്ന x ടെൻസ് ടു 0 ആണ്. ഇവിടെ എന്താ? e⁻3x ആ. ഇവിടെ 3x താഴെ വേണം. താഴെയും 3x വേണം. എന്താ മക്കളെ? ഇൻറ്റു 3 ചെയ്തത്. ഇവിടെ 3 ചെയ്തു. ഇവിടെ എന്താ? ഇവിടെ 3 ചെയ്തു. ഓക്കെ. സോ ഇവന്റെ വാല്യൂ എന്താ? ഇവന്റെ വാല്യൂ ആണ് നമുക്ക് 1 ആയിട്ട് മാറി. ഈ കാണുന്നവനാരെ? അവൻ 1 ആയി. സോ 1 into 3 ഇറ്റ് ഈസ് സെയിം ആസ് 3. സോ ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് ഈ കാണുന്ന പ്രോപ്പർട്ടീസ് വരുന്നത്. എല്ലാവരും നിർബന്ധമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടി പഠിക്കണം. ഇതാ എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് അതിവേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മക്കളെ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 - f(x). 1 മൈനസ് ഒന്നാണ്. അത് 1-നേക്കാളും ചെറുതാണ്. 1-നേക്കാളും ചെറുത് ഇതാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ്. 1-നേക്കാളും ചെറുത് 1ന്റെ ലെഫ്റ്റിലെ പോയിന്റ്.
1ന്റെ ലെഫ്റ്റ് പോയിന്റ് എന്റെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ഈ ഫംഗ്ഷന്റെ വാല്യൂ നമുക്കുള്ളത് 1 ആണ്. അതാരാണ്? അത് 1 ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അതിന്റെ വാല്യൂ എന്താ? 1. സിമിലർലി 1 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. One plus, which means 1ന്റെ വലതു ഭാഗം. 1ന്റെ വലതു ഭാഗത്തുള്ള ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 2. കഴിഞ്ഞു. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. നമുക്കറിയാം ഈ കാണുന്ന ലിമിറ്റിന്റെ വാല്യൂ ഈക്വൽ അല്ല. LHലും RHലും ഈക്വൽ അല്ല. LHലും RHലും ഈക്വൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അവസാനിച്ചു. ഇത്ര മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവർക്കും തന്നെ ലിമിറ്റ്സ് ഉള്ള ഭാഗം അതിഗംഭീരമായിട്ട് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെറിവേറ്റീവ്സിന്റെയും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യന്റെ സെഷനും ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. നിർബന്ധമായിട്ടും ആ കാണുന്ന വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നാളത്തെ എക്സാമിനേഷൻ എല്ലാവരും എഴുതും. എല്ലാവർക്കും തന്നെ ലിമിറ്റ്സിൽ ഫുൾ മാർക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതാ ഈ കാണുന്ന വീഡിയോന്റെ താഴെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ 2x. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ 2xന്റെ വാല്യൂ എന്താണെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ക്ലാസിന്റെ അഭിപ്രായം കൂടി പറയാം. ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സി ഓൾ സൈനിങ് ഓഫ് നാസെ കെ ഫ്രം Xylem Learning. Bye bye. Thank you all. Thank you.